السلام عليكم ورحمة الله وبركاته. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا مولانا محمد. نسألك اللهم أن توصل ثواب ما قرأناه وما صليناه إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهاد وأهل الخير والصلاح كلهم أجمعين وإلى حضرات من ماتوا منا وإلى حضرات من دفنوا في مقبرة محلتنا. اللهم اغفر لهم وارحمهم واجعل قبرنا وقبورهم رياضا من رياض الجنان بمحض فضلك العظيم بجاه نبيك الكريم بحقوق هؤلاء الشرفاء الكرام وبرجال الغيب كلهم وبالأماكن المعطرة كلهم يا الله بأماكن المعطرة كلها يا الله. أن تقبل منا هذا المجلس من أوله إلى آخره يا الله. وأن تجعل هذا المجلس خالصا لوجهك الكريم ونافعا لنا وللسامعين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയത്തോടുകൂടെ ഇൽമിന്റെ മജ്ലിസിൽ ഒത്തുകൂടിയ ഈ സംഗമം അള്ളാഹു സ്വാലിഹായ അമലായി നമ്മുടെ പക്കൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു മുടക്കവും തടസ്സവും കൂടാതെ അള്ളാഹു നമ്മുടെ ഈ സുഫ ക്ലാസ് എല്ലാ വെള്ളിയാഴ്ചയും നടത്തപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരമുള്ള മജ്ലിസായി ക്ലാസ്സായി അള്ളാഹു നമ്മുടെ പക്കൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്, നാം സഹവസിക്കുന്ന നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള നാമുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ ഒന്ന് നിന്റെ അടുത്ത ചങ്ങാതിമാരായിരിക്കാം,
ഏറ്റവും അടുത്ത ചങ്ങാതിമാർ. ഈ ഏറ്റവും അടുത്ത ചങ്ങാതിമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? സദീഖ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുക. സദീഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും നമ്മുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് സദീഖ് എന്ന് പറയുക. അസ്സദീഖു കൽ ബൈദിൽ അനൂഖ് എന്ന് ഒരു ആപത്ത് വാക്യമുണ്ട്. എന്താ സദീഖ് എന്ന് പറഞ്ഞാൽ? ഈ രൂപത്തിലുള്ള സദീഖ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെയാണ്. ഒട്ടകപ്പക്ഷി എന്ന് പറയുന്ന ആ സാധനം അത് മുട്ടയിടൽ വലിയ മലയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് പോയിട്ടാണ് അത് മുട്ടയിടുക. അപ്പൊ അതിന്റെ മുട്ട കിട്ടാൻ വലിയ പണിയാണ്, വലിയ പ്രയാസമാണ്. ഇതുപോലെയാണ് സദീഖ്. സദീഖ് എന്ന് പറഞ്ഞാൽ ഉറ്റ ചങ്ങാതി. നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും നമ്മുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന ആൾ ഇതുപോലെയാണ്. എന്ന് വെച്ചാൽ കിട്ടാൻ പണിയാണ്, അങ്ങനത്തെ ഒരാളെ കിട്ടൂല. പലപ്പോഴും ഗസാലി ഇമാം പറയുന്നുണ്ട്, നിന്നെ കാണുമ്പോൾ ചിരിക്കും, നിന്റെ സന്തോഷത്തിലൊക്കെ പ്രത്യക്ഷമായിട്ട് പങ്കെടുക്കും, പക്ഷേ നിന്നോട് അവനക്ക് എതിർപ്പുകളും വെറുപ്പുകളും ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരാൾ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഈ സദീഖീങ്ങൾ, ഉറ്റമിത്രങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനൊക്കെ ട്രാൻസാക്ഷൻ നൽകാം. അവരുമായി എങ്ങനെ പെരുമാറണം, അപരിചിതരുമായി എങ്ങനെ പെരുമാറണം, പരിചിതരുമായി എങ്ങനെ പെരുമാറണം, ഈ 3 വിഷയങ്ങൾ ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്. കൂട്ടുജീവിതത്തിന്റെ മര്യാദകൾ, സഹവാസത്തിന്റെ മര്യാദകൾ, എങ്ങനെയാണ് സഹവസിക്കേണ്ടത്, എങ്ങനെയാണ് കൂട്ടുജീവിതം നയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ 3 വിഭാഗമായി ഗസാലി ഇമാം അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിനക്ക് പരിചയമുള്ള ആളുകൾ, അവരുമായി നീ എങ്ങനെ ബന്ധപ്പെടും, നിനക്ക് പരിചയമുള്ള ആളുമായി നീ എങ്ങനെയാണ് ബന്ധപ്പെടുക, അവരുമായിട്ടുള്ള നിന്റെ സഹവാസം എങ്ങനെയാണ് എന്ന വിഷയം ഗസാലി ഇമാം തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ഫഹ്ദർ മിൻഹും ഫഇന്നക ലാ തറശറ ഇല്ലാ മിമ്മൻ തഅരിഫുഹു. നിനക്ക് നാശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിനക്ക് പരിചയമുള്ള ഒരു പക്കൽ നിന്നാണ് ഉണ്ടാവുക. നിന്നെ പരിചയമുള്ള ആളുകൾക്ക് നിനക്ക് പരിചയമുള്ള ആളുകളിൽ നിന്നാണ് ഷർറ് നിനക്കുണ്ടാവുക. അത് നല്ലൊരു വാക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ ഒരു ഉപദേശം നമുക്ക് നിമിത്തമാവും, നമുക്ക് കാരണമാവും. ഗസാലി ഇമാം പറയുന്നു, ഫഹ്ദർ മിൻഹും, നീ വളരെ പ്രതിരോധം സൃഷ്ടിക്കണം, നീ ശ്രദ്ധിക്കണം. നിനക്ക് പരിചയമുള്ള ആളുകളുമായിട്ടുള്ള നിന്റെ കൂട്ടുകൂടൽ നീ ശ്രദ്ധിക്കണം. കാരണം ഫഇന്നക ലാ തറശറ ഇല്ലാ മിമ്മൻ തഅരിഫുഹു, നീ അറിയുന്ന പരിചയപ്പെടുന്ന നിനക്ക് പരിചയമുള്ള ആളുകളിൽ നിന്നിട്ടാണ് നാശങ്ങളൊക്കെ നീ കാണുക. നിനക്ക് നാശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. നാശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരിൽ നിന്നിട്ടാണ് ഉണ്ടാവുക. എന്നിട്ട് പറയുന്നു അമ്മ സദീഖ്. അപ്പോൾ സദീഖ് വിഭാഗത്തിൽപ്പെട്ട നേരത്തെ പറഞ്ഞ ഉറ്റമിത്രങ്ങൾ, ഉറ്റമിത്രം, നിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന ആൾ, ഫയുഈനുക, അവൻ നിന്നെ സഹായിക്കും. എല്ലാ ഘട്ടത്തിലും അവൻ നിന്നെ സഹായിക്കും. അപ്പൊ അതൊരു പ്രയാസമുള്ള കാര്യമല്ല. ഈ സദീഖ് എന്നുള്ളത് അവൻ നിന്നെ സഹായിക്കും. അമ്മൽ മജ്ഹൂലു, അപ്പൊ നിനക്ക് പരിചയമില്ലാത്ത, നിന്നെ പരിചയമില്ലാത്ത, വിവരമില്ലാത്ത ആളുകളോ, ഫലാ യതഅറദു ലക, അവൻ നിന്നെ ശ്രദ്ധിക്കുകയോ നിന്നെ ബുദ്ധിമുട്ടിക്കുകയോ നിന്റെ വഴികളിൽ പ്രയാസം സൃഷ്ടിക്കുകയോ ചെയ്യൂല. ഈ പരിചയമില്ലാത്ത, വിവരമില്ലാത്ത ആൾക്കാർ വളരെ ശരിയല്ല. നമുക്കൊരു വിവരമില്ല, അത് ഓരോരോ പാട്ടിക്ക് പോകും, നമ്മളെ പാട്ടിക്ക് പോകും. നമ്മളൊരു സ്ഥലത്ത് പോയി താമസിക്കുകയാണ്, നമുക്ക് ആ നാട്ടുകാരെയും അറിയില്ല, ആ നാട്ടുകാർക്ക് നമ്മളെയും അറിയില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മളിൽ നിന്ന് അവർക്കും ഒരു ഷെറുണ്ടാവില്ല, അവരിൽ നിന്ന് നമുക്കും ഒരു ഷെറുണ്ടാവില്ല. കാരണം പരിചയമില്ല, ആരെയും അറിയില്ല. സദീഖ് ആണെങ്കിലോ ചങ്ങാതിയാണെങ്കിലോ ഉറ്റമിത്രാണെങ്കിലോ അവൻ നല്ലതേ ചെയ്യും, നല്ല കാര്യങ്ങളെ അവൻ നിന്നിട്ടുണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരാളെ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഇനി പറയും. അങ്ങനത്തെ ഒരാളെ കിട്ടൽ വളരെ പ്രയാസകരമാണ്. അങ്ങനത്തെ ഒരാളെ കിട്ടൂല. ഇനി 3ാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളെ പറ്റിയിട്ട്
മഹാനായ ഗസാലി ഇമാം പറയുന്നു, വഇന്നമ ശർറു കുല്ലുഹു, സർവനാശവും വരുന്നത് മിനൽ മആരിഫ്, പരിചയമുള്ള ആളുകളിൽ സർവനാശങ്ങളും വരുന്നത് മിനൽ മആരിഫ്, പരിചയമുള്ള ആളുകളിൽ നിന്നാണ് സർവനാശവും വരുന്നത്. അല്ലദീന യുദ്ഹിറൂന സദാഖത ബിഅൽസിനതിഹിം, നാവ് കൊണ്ട് അവർ ചങ്ങാത്തം, സ്നേഹത്വം ഇതൊക്കെ പ്രകടിപ്പിക്കും. നാവ് കൊണ്ട് നല്ല വാക്ക് പറയും, കുടുംബത്തിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്. ഇങ്ങനെയുള്ള ആളുകൾ, കൂടെ താമസിക്കുന്ന, പ്രവാസി ജീവിതത്തിലും മറ്റുമൊക്കെ കൂടെ താമസിക്കുന്ന ആളുകളൊക്കെ യുദ്ഹിറൂന സദാഖത ബിഅൽസിനതിഹിം, നാവ് കൊണ്ട് അവർ ചങ്ങാത്തം പ്രകടിപ്പിക്കും, നല്ല വാക്കുകൾ പറയും. എത്രയെത്ര ആളുകളാണ് പറ്റിക്കപ്പെടുന്നത്, എത്രയെത്ര ആളുകളാണ് പറ്റിക്കപ്പെടുന്നത്. ഇന്നലെ ഞാൻ ഒരു യാത്ര ചെയ്തപ്പോൾ വലിയൊരു ബിസിനസ്സുകാരൻ, അത് നമുക്കൊക്കെ അറിയില്ല, അദ്ദേഹത്തിന് ബിസിനസ്സും കച്ചവടമൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. അപ്പൊ അദ്ദേഹവും ഞാൻ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഭയങ്കര മാനസികമായ പ്രയാസമുണ്ട്, ധാരാളം രോഗങ്ങളുടെ അടിമയാണ് ഞാൻ. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, അതേപോലെ കൊളസ്ട്രോൾ ഉണ്ട്, ഇങ്ങനെ പല രോഗങ്ങളുണ്ട്, മാനസികമായ ഭയങ്കര പ്രയാസമുണ്ട്, ബിസിനസ്സൊക്കെ തകർന്നു, ആകെ പ്രയാസപ്പെട്ട്. അപ്പൊ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒന്നാണ്, വലിയ കടത്തിന്റെ ബാധ്യതയുള്ള ആളായിരിക്കുന്നു. അങ്ങനെ ധാരാളം ആൾക്കാർ പറയാറുണ്ട്, ചങ്ങാതിമാര്, ഉറ്റ സുഹൃത്തുക്കള്, കഫീലുമാര്, ഇവരൊക്കെ പറ്റിച്ച് നമ്മുടെ സമ്പാദ്യം, നാം അധ്വാനിച്ചുണ്ടാക്കിയത്, അതൊക്കെ മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോകുന്ന ഒരുപാട് അവസ്ഥകൾ ഇപ്പൊ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ബിസിനസ് പച്ച പിടിച്ചു വരുമ്പോ പാരവെക്ക്, അതൊക്കെ ഉള്ളിൽ തന്നെയാണ് പാരവെക്ക്. സ്വന്തം ജ്യേഷ്ഠൻ, അനുജൻ, അളിയൻ, പങ്ങള മക്കള്, ഇങ്ങനെ നമുക്ക് പരിചയമുള്ള, ഗസാലി ഇമാം പറയുന്നത് 100% ശരിയാണെന്ന് മനസ്സിലാവും. ഇവരൊക്കെയാണ് നിനക്ക് ഷർറ് ഉണ്ടാക്കൽ, ഇവരൊക്കെയാണ്. ഇവരെ പക്കൽ നിന്നിട്ടാണ് നിനക്ക് ഷർറ് ഉണ്ടാവുക. വിവരമില്ലാത്ത, നിനക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ വെക്കുന്ന ഒന്നും ഉണ്ടാവില്ല. നിന്റെ സദീഖാണെങ്കിൽ നിന്നെ സഹായിക്കും, വേണ്ടതൊക്കെ ചെയ്യും. ഈ ആൾക്കാരെ വക്കൽ നിന്നിട്ടാണ് നിനക്ക് പരിചയവും ബന്ധവും ഒക്കെയുള്ള, ചെറുപ്പം മുതലേ പരിചയമുള്ള ആൾക്കാരായിരിക്കും ചിലർ, അവരെ വക്കൽ നിന്നിട്ടാണ് നിനക്ക് ഷർറ് ഉണ്ടാവുക. അപ്പോ അവിടെ മഹാനായ ഗസാലി ഇമാം പറയുകയാണ്, നീ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ഈ കൂട്ടുജീവിതത്തിൽ നീ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫഅഖ്ലിൽ മിനൽ മആരിഫ് മാ ഖദർത. ഒന്നാമത്തെ കാര്യം ഗസാലി ഇമാം പറഞ്ഞത്, കഴിവിന്റെ പരമാവധി പരിചയക്കാരെ കുറക്കുക. ഫഅഖ്ലിൽ മിനൽ മആരിഫ് മാ ഖദർത, നിന്റെ കഴിവിന്റെ പരമാവധി മആരിഫിനെ നീ കുറക്കുക. മആരിഫ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട, ഈ കാറ്റഗറിയിൽപ്പെട്ട ഈ പരിചയക്കാരായ ആൾക്കാരെ നീ കുറക്കുക. അങ്ങനെ പരിചയക്കാർ കുറവാണ് നല്ലത്. നമ്മളൊക്കെ വിചാരിക്കും കുറെ പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായാൽ കുറെ റാഹത്തായിട്ട് ഇങ്ങനെ ജീവിക്കാം എന്ന് വിചാരിക്കും. ഗസാലി ഇമാം പറഞ്ഞത് അങ്ങനെയല്ല. പരിചയക്കാര്, ലോകിക്കാര്, ഇവരെ നീ കുറച്ചോ. ഇനി ഫഇദാ ഉരീത ബിഹിം ഫീ മദ്റസത്തിൻ ഔ മസ്ജിദിൻ ഔ ജാമിഇൻ ഔ സൂഖിൻ ഔ ബലദിൻ, ഇനി നിനക്ക് പരിചയക്കാരുണ്ടായാൽ ഫീ മദ്റസത്തിൽ, നിന്റെ വല്ല വിദ്യാഭ്യാസ, അതിങ്ങനെ മതി, എന്ന് കുഴപ്പമൊന്നുമില്ല, നിന്റെ വല്ല മദ്രസയിലും, മദ്രസ എന്ന് പറഞ്ഞാൽ നീ പഠിക്കുന്ന സ്ഥാപനം, അത് മദ്രസയാവട്ടെ, കോളേജ് ആവട്ടെ, സ്കൂൾ ആവട്ടെ, ഏതെങ്കിലും നിന്റെ ആ സ്ഥാപനത്തിൽ നിനക്ക് പരിചയക്കാർ വേണ്ടി വന്നാൽ, അങ്ങനെയാണ് പറഞ്ഞത്, പരിചയക്കാർ അനിവാര്യമായി വന്നു, പല രൂപത്തിലും പരിചയക്കാർ വേണ്ടി വരും. അങ്ങനെ പരിചയക്കാർ നിനക്ക് അനിവാര്യമായി വന്നാൽ, ഔ മസ്ജിദിൻ, അല്ലെങ്കിൽ പള്ളിയിൽ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ്, അങ്ങനെ വന്നാൽ, ഔ ജാമിഅ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ, ആളുകൾ ഒരുമിച്ച് കൂടുന്ന മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ, ഇങ്ങനെ നിങ്ങൾ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒരു മാസത്തെ ജോലിക്ക് വേണ്ടി പോയതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി പോയതാണ്. ഔ സൂഖിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ടൗണിൽ നിങ്ങൾ ഒന്നിച്ച് കച്ചവടം നടത്തുകയാണ്. ഔ ബലദിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം മഹാനവറുകൾ പറയുന്നു, ഫയജിബു അല്ലാ തസ്തസ്ഗിറ മിൻഹും അഹദ, നീ ആരെയും നിസ്സാരപ്പെടുത്തരുത്, ആരെയും നീ നിസ്സാരനായി കാണരുത്. ഒന്നിരിക്കൽ അവൻ ബുദ്ധി കുറവുള്ള ആളായിരിക്കും,
അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ അവന് ഇബാദത്തൊക്കെ ചെയ്യാത്ത ആളായിരിക്കും, നിസ്കരിക്കാത്ത ആളായിരിക്കും. ആരെയും നീ നിസ്സാരമായി കാണരുത്. ആദ്യമായി നീ ചെയ്യേണ്ട കാര്യം അതാണ്. കൂട്ടുജീവിതത്തിൽ, പരിചയക്കാരൊത്തുകൊണ്ടുള്ള കൂട്ടുജീവിതത്തിൽ, മൊത്തത്തിലുള്ള കൂട്ടുജീവിതം, നമ്മളൊക്കെ ജീവിതം ഇപ്പൊ അങ്ങനെയാണല്ലോ. വീട്ടിലായിരുന്നാലും ഈ പുറമെ ആയിരുന്നാലും യാത്രയിലായിരുന്നാലും എവിടെയായിരുന്നാലും ശരി, നമ്മളുടെ ജീവിതം ഇത്തരം ആളുകളുമായിട്ടാണ്. അവിടെ ആദ്യമായി ഗസാലി ഇമാം പറയുന്നു, നീ ആരെയും നിസ്സാരപ്പെടുത്തരുത്, ആരെയും മോശമായി നീ നിസ്സാരപ്പെടുത്തരുത്. നിനക്കറിയൂല, ഒരു പക്ഷെ നിന്നെക്കാൾ ഹൈറായ ആളായിരിക്കും അത്. നമ്മുടെ കൂടെയുള്ള ആള് നിന്നെക്കാൾ ഹൈറായിരിക്കും. അവൻ ചെയ്യുന്ന അമലുകളോ നല്ല കാര്യങ്ങളൊന്നും നീ അറിഞ്ഞോളുന്നില്ല, നീ ശ്രദ്ധിച്ചോളുന്നില്ല. അവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനായിരിക്കാം, ദുഹ നിസ്കരിക്കുന്നവനായിരിക്കാം, അവൻ വീട്ടിലും കുടുംബത്തിലൊക്കെ നല്ലപോലെ സദഖ ചെയ്യുന്നവനായിരിക്കാം, അതുപോലെ ഒരുപാട് നന്മകൾ അവന്റെ പക്കൽ നിന്ന് വന്നിരിക്കാം. നീ നിനക്കത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആരെയും നിസ്സാരപ്പെടുത്തരുത്, മോശക്കാരാക്കരുത്. ഓനൊരു മോശക്കാരൻ, ഞാനൊരു നല്ലവന്, ഓനൊന്നും പള്ളിക്കലൊന്നും കാണാറില്ല, അല്ലെങ്കിൽ ഓനെ നല്ല കാര്യത്തിലൊന്നും ഓനെ കാണാറില്ല എന്ന രൂപത്തിൽ നീ ആരെയും നിസ്സാരപ്പെടുത്തരുത്. പഠിക്കുന്ന ഘട്ടത്തിലും മറ്റൊക്കെ ഓനെന്താ, ഒന്നും തിരിയാത്തൊരു വ്യക്തിയാണ്, ഒന്നും മനസ്സിലാവില്ല എന്ന രൂപത്തിൽ ആരെയും നീ നിസ്സാരപ്പെടുത്തരുത്. എന്നിട്ട് പറയുന്നു, വലാ തൻദുർ ഇലൈഹിം ബിഐനി തഅദീം ലഹും ഫീ ഹാലി ദുനിയാഹും. രണ്ടാമതായി പറയുന്നു, അവരുടെ ഐഹികമായ സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ നിമിത്തം അവരെ നീ ബഹുമാനത്തോടു കൂടെ നോക്കും ചെയ്യരുത്. അവരുടെ ഐഹികമായ സൗകര്യം, നല്ല സമ്പത്തുള്ള ആളാണ്, നല്ല സൗകര്യമുള്ള ആളാണ്, വാഹനങ്ങൾ എമ്പാടുമുണ്ട്. അപ്പോ അങ്ങനെ അവനെ ബഹുമാനിച്ചാൽ ആ സൗകര്യങ്ങളൊക്കെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. എനിക്കൊരാവശ്യം വന്നാൽ അവന്റെ വാഹനം എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. എനിക്കൊരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ആ പറമ്പ് എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ അവന്റെ മക്കളെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇങ്ങനെ ഐഹികമായ അവന്റെ സൗകര്യങ്ങളും അതേപോലെ തന്നെ അവന്റെ ഉന്നതിയും അതൊക്കെ കണ്ടുകൊണ്ട് നീ അവനെ ബഹുമാനിക്കരുത്. ഒരാ തന്നുറു ഇലൈഹിം ബിഐനി തഅദീം, ആദരവിന്റെയും ബഹുമാനത്തിന്റെയും കണ്ണുകൊണ്ട് നീ നോക്കരുത്. ഫി ഹാലി ദുനിയാഹും, അവരുടെ ദുനിയാവിന്റെ അവസ്ഥയെ. എന്ന് വെച്ചാൽ ഐഹികമായ സൗകര്യങ്ങൾ കൊണ്ട് ഒരാളെ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ നീ നോക്കരുത്. എന്തേ കാരണം? ലഅന്ന ദുനിയാ സഗീറത്തുൻ ഇൻദല്ലാഹ്, ദുനിയാവ് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ നിസ്സാരമാണ്. ദുനിയാവിന്റെ വിഷയത്തിൽ, ഐഹികമായ സൗകര്യത്തിന്റെ വിഷയത്തിൽ നീ ആരെയെങ്കിലും ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ നോട്ടം നിനക്കില്ലാതെയായി പോകും. ഫഖദ് സഖത്ത മിൻ ഐനില്ലാഹി തആല, അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകും, അള്ളാഹുവിന്റെ നോട്ടം നിനക്കില്ലാതെയായി പോകും. പറയുന്നു, ദുനിയാവിന്റെ ആൾക്കാർ, നല്ല സൗകര്യമുള്ള ആൾക്കാർ, നല്ല മുതലാളിമാർ, നല്ല കഴിവുള്ള ആൾക്കാർ, അവരൊക്കെ നിന്റെ മനസ്സിൽ വലിയ ബഹുമാനവും ആദരവും നിനക്ക് തോന്നുന്നുണ്ടോ? അവരൊക്കെ വലിയവരായി നീ തോന്നുന്നുണ്ടോ? എങ്കിൽ ഫഖദ് സഖത്ത മിൻ ഐനില്ലാഹ്, അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് നീ വീണുപോയി. അള്ളാഹിന്റെ ദൃഷ്ടിയിൽ നീ ഉണ്ടാവൂല. കാരണം ഈ സാധനം അള്ളാഹിന്റെ അടുക്കൽ വളരെ നിസ്സാരമാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഇഷ്ടപ്പെടാത്ത ആളുകൾക്കൊക്കെ അള്ളാഹു കൊടുക്കും. ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കൽ വളരെ കുറവാണ്. ദുനിയാവിന്റെ സൗകര്യങ്ങളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു സ്നേഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കൽ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ ആ സൗകര്യം മാത്രം ലാക്കാക്കിക്കൊണ്ട് നീ അവരെ സ്നേഹിക്കുക. ഇത് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകും, അള്ളാഹുവിന്റെ റഹ്മത്ത് നിനക്ക് ഇല്ലാതെയാകാൻ കാരണമാകും. അവിടെ തന്നെ ഒരു കാര്യമുണ്ട്, നല്ല സൗകര്യവും സമ്പത്തൊക്കെ ഉള്ള ആൾക്കാർ ദീനിനെ സഹായിക്കുന്നവരാണെങ്കിൽ അവർ ദീനിനെ സഹായിക്കുന്നു, പള്ളിയെ സഹായിക്കുന്നു, അതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഒരു ചെയ്യുന്നു എങ്കിൽ അത് ലക്ഷ്യമാക്കിക്കൊണ്ട് അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാം. അത് ലക്ഷ്യമാക്കിക്കൊണ്ട് ഓൻ്റെ ദീനിയായ ആളാണ്, ഓന്റെ മറ്റ് സൗകര്യങ്ങളോ ദുനിയാവോ കണ്ടിട്ടല്ല. പിന്നെയോ അവൻ പള്ളിക്കും മദ്രസക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട് സഹകരിക്കുന്ന ആളാണ്, നല്ലൊരു ദീനിയായ വ്യക്തിയാണ്, സൗകര്യമുള്ളതോടുകൂടെ തന്നെ സമ്പത്തുള്ളതോടുകൂടെ തന്നെ ദീനിയായ ആളാണ്
എങ്കിൽ അവനെ ബഹുമാനിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യാം. അല്ലാത്ത പക്ഷം അവനെ ബഹുമാനിക്കരുത് എന്ന് വെച്ചിട്ട് നിസ്സാരപ്പെടുത്തുകയും ചെയ്യരുത്. ആരെയും നിസ്സാരപ്പെടുത്തരുതെന്നാണ് ആദ്യം ഔസാരി ഇമാം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ഇത്തരം ആളുകളെ അവരുടെ സമ്പത്തോ അല്ലെങ്കിൽ ഐഹികമായ സൗകര്യങ്ങളോ അതിലാക്കാക്കിക്കൊണ്ട് അത് ലക്ഷ്യമാക്കിക്കൊണ്ട് അവരെ നീ ബഹുമാനിക്കരുത്. എന്നിട്ട് വീണ്ടും പറയുന്നു ഇയ്യാക അൻ തബ്ദുല ലഹും ദീനക ലിതനാല ബിഹി മിൻ ദുനിയാഹും. നീ ഒരിക്കലും നിന്റെ ദീന്, അതിപ്പോ ആലിമീങ്ങളോടൊക്കെ പറയുന്നതാണ്, അതിപ്പോ സാധാരണക്കാരായ ആളുകൾക്ക് ബാധകമല്ല. നീ ദീനിയായ കാര്യങ്ങൾ, ആ കാര്യങ്ങളും അതേപോലെ തന്നെ മറ്റു വിഷയങ്ങളും ദീനിയായ രൂപത്തിലുള്ള സൗകര്യങ്ങളും ഒക്കെ തന്നെ ഇത്തരം ആളുകൾക്ക് നീ നൽകുന്നത്, അവർക്കൊരു വഅദ് പറഞ്ഞു കൊടുക്കുന്നത്, അവർക്ക് നീ ദിക്ർ ചെല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നീ സംഘടിപ്പിക്കുന്ന മജ്ലിസിലേക്ക് അവരെ ക്ഷണിക്കുന്നതൊക്കെ തന്നെ അവരിൽ നിന്നിട്ട് ഐഹികമായ എന്തെങ്കിലും ആനുകൂല്യം ഉദ്ദേശിച്ചു കൊണ്ടാവരുത്. നിനക്ക് എന്തെങ്കിലും ആനുകൂല്യം, പള്ളിക്ക് ആനുകൂല്യമോ അല്ലെങ്കിൽ മദ്രസക്ക് ആനുകൂല്യമോ അല്ലെങ്കിൽ സ്ഥാപനത്തിനൊക്കെ ആനുകൂല്യമില്ല, നിന്റെ സ്വന്തം നിലക്കുള്ള നിന്റെ സൗകര്യങ്ങൾ, അവരിൽ നിന്നിട്ടുള്ള ആനുകൂല്യങ്ങൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിന്റെ ദീൻ അവർക്ക് കൊടുക്കരുത്. ഉപദേശം ചെയ്തു കൊടുക്കുക, ആ ഉപദേശം ചെയ്തു കൊടുത്തിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടണം, എന്തെങ്കിലും സൗകര്യങ്ങൾ കിട്ടണം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ദിക്ർ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എവിടേക്കെങ്കിലും സിയാറത്തിന് കൊണ്ടുപോവുക, ഇതൊക്കെ തന്നെ അവരുടെ ആ സാമ്പത്തികമായ സൗകര്യം നിനക്ക് കിട്ടാൻ വേണ്ടി അത് ലക്ഷ്യമാക്കിക്കൊണ്ട് നീ ചെയ്യാൻ പാടില്ല എന്ന് മഹാനായ ഗസാലി ഇമാം പറയുകയാണ്. ഇനി പറയുന്നു ഫലാ തുഖാബിൽഹും ബിൽ അദാബ്. അങ്ങനൊക്കെയായിരുന്നു പഴയ കാലത്തുള്ള ആലിമീങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. വാഴക്കാട് മുതലാളി എന്ന് പറയുന്ന വലിയ ഒരാളുണ്ടായിരുന്നു. വാഴക്കാട് ദാറുൽ ഉലൂം അറബി കോളേജിന്റെ സ്വത്തുക്കളൊക്കെ നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ടല്ലോ. ആ സമ്പത്തുകളൊക്കെ വഖഫിന്റെ ഭൂമിയുണ്ട്, ആ വഖഫിന്റെ ഭൂമി വിറ്റവരുണ്ട്, അത് വാങ്ങിച്ചവരുണ്ട്. എന്തൊക്കെയാണ് ഇപ്പൊ അതുമായിട്ടൊക്കെ വരുന്ന കുലുമാലുകൾ എന്ന് അല്ലാഹുവാണ്. വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ സങ്കീർണമായി പോവുകയാണ്. അതിന്റെ അടിവേരിലേക്ക് ചെന്നിറങ്ങി അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടൊക്കെയുള്ള തീരുമാനത്തിലേക്കൊക്കെ പോവുകയാണ്. വഖഫുമായി ബന്ധപ്പെട്ട അതിന്റെ വരുമാനം ആ വാഖിഫ് നിശ്ചയിച്ചതുപോലെ ചെലവഴിക്കാത്ത ആൾക്കാരൊക്കെ എല്ലാ കാലത്തും കുടുങ്ങിയിരിക്കുന്നത്. അവസാനം അവർ വളരെ മോശമായ രൂപത്തിലാണ് മരിച്ചു പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. അത് എനിക്ക് തന്നെ അനുഭവമാണ്. പരപ്പനങ്ങാടിയിലും മറ്റുമൊക്കെ അത്യുന്നതമായി ജീവിച്ചിരുന്ന ആളുകളൊക്കെ എത്രത്തോളം അയാൾ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായെങ്കിലല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത്, എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടായാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അയാളുടെ സുഖം കൊണ്ടേ, അയാളുടെ സൗകര്യവും സുഖങ്ങളും ഒക്കെ അതൊക്കെ മതിമറന്നിട്ട് അദ്ദേഹം വലിയ തറവാട്ടുകാരൻ, വലിയ ഉമ്മന്റെ ഭാഗത്തു കൂടെയും പാപ്പാന്റെ ഭാഗത്തു കൂടെ ഒക്കെ വലിയ തറവാട്ടുകാരനാണ്. എന്നിട്ട് ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചു, നല്ല ആരോഗ്യവാനാണ് ഒക്കെ സംസാരിച്ചപ്പോ പറഞ്ഞാണ് എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങളൊക്കെ ഇടക്കുണ്ടാവണ്ടേ. ഒന്നുമില്ലായിട്ട് അള്ളാഹു വലിയ പരീക്ഷണം കൊടുത്തു, വീട് വിൽക്കേണ്ടി വന്നു, വാടക വീട്ടിൽ വെച്ചിട്ടാണ് മരിച്ചത് അറിയുന്ന ചെയ്തില്ല, ആരും അറിഞ്ഞില്ല. വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിനുള്ള അനാസ്ഥയായിരുന്നു അത്. വഖഫിന്റെ വിഷയത്തിൽ അങ്ങനെയാണ്. ആ വഖഫ് സ്വത്തുമായി കളിച്ച ആൾക്കാരൊക്കെ പരാജയപ്പെട്ടിട്ടാണ് എല്ലായിടത്തും ഉണ്ടായിക്കണം, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ഉണ്ടായിക്കണം. അപ്പോ മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുകയാണ്, വഇൻ ആദൂക ഫലാ തുഖാബിൽഹും ബിൽ അദാവത്തി. വഇൻ ആദൂക, നിന്നോട് ഇവർ ശത്രുത കാണിച്ചാൽ, നിനക്ക് പരിചയമുള്ള ആൾക്കാർ, നീ ജീവിതം നയിക്കുന്ന നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ അയൽവാസികൾ, നിന്റെ കുടുംബക്കാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, ഇവരൊക്കെ നിന്നോട് ശത്രുത കാണിച്ചാൽ ഫലാ തുഖാബിൽഹും ബിൽ അദാവത്തി, അവരോട് നീ തിരിച്ച് അങ്ങോട്ട് ശത്രുത കാണിക്കരുത്. ഫലാ തുഖാബിൽഹും ബിൽ അദാവത്തി, അങ്ങോട്ട് തിരിച്ച് നീ ശത്രുത കാണിച്ചുകൂടാ. ഇങ്ങോട്ട് ശത്രുത കാണിച്ചാലും നീ തിരിച്ച് ശത്രുത കാണിച്ചാൽ നിനക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. വലാ ഫഇന്നക ലാ തുതീഖു സബ്റ അലാ മുകാഫഅതിഹിം, അവർ ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചു ചെയ്യാൻ കഴിയില്ല. ശത്രുക്കൾ പല രൂപത്തിലും ശത്രുത വെച്ചിട്ടുണ്ടാവും, അതേ രൂപത്തിൽ തിരിച്ചടിക്കാൻ നിനക്ക് കഴിയാതെ വരും.
അങ്ങനെ കഴിയാതെ വന്നാൽ നിന്റെ സമയങ്ങൾ, നിന്റെ പിന്നെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, ഇതൊക്കെ ഇല്ല, വെറുതെ അങ്ങ് നശിച്ചു പോകും. പറയാണ്, അത് വലിയൊരു കാര്യം തന്നെ. ആരെങ്കിലും നമ്മോട് വല്ല എതിർപ്പോ അല്ലെങ്കിൽ ശത്രുതയോ മറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ എതിർക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നിന്നാല് അതിനെന്നെ നേരം ഉണ്ടാവുള്ളൂ, അതിനെന്നെ സമയം ഉണ്ടാവുള്ളൂ. ഒരുപാട് സമയം. എത്ര ആൾക്കാരാണ് കേസും കുലുമാലേറ്റ് പോണത്, എത്ര കേസുകളും കുലുമാലേറ്റ്. ആ കേസും കുലുമാലും എത്ര പൈസയാണ് അതിന് ചിലവാകുന്നത്. വക്കീലന്മാർ അതിങ്ങനെ നീട്ടിക്കൊണ്ടു. കാരണം വക്കീലിനെ സംബന്ധിച്ചിടത്തോളം എന്താ, എന്തെങ്കിലും തകരാറ് ഇവിടെ ഉണ്ടാവണം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണം. പ്രശ്നങ്ങൾ ഉണ്ടായാലേ അവർക്ക് ഇടപെടാൻ കഴിയുള്ളൂ. അവർക്ക് പൈസ കിട്ടണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ വേണ്ടേ. പ്രശ്നങ്ങളില്ലാതെ അവർക്ക് ഇടപെടാൻ കഴിയും. അപ്പോ അത് അവരുടെ സ്വഭാവമാണ്. ഓരോരുത്തരുടെ ഓരോ രൂപത്തിലുള്ള സ്വഭാവമാണ്. ഇപ്പൊ ഇന്നലെ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിന്നെ സഹോദരന്മാരുമായി സംസാരിച്ചപ്പോൾ ഞാൻ സുബൈന്റെ മുമ്പ് ഉടനെ പോയി പലയിടത്തും യോഗകൾ കണ്ടു. ഞാൻ ഒരു സ്ഥലത്ത് ആണും പെണ്ണും കൂടി കൂടിയതും കണ്ടു. രാവിലെ ഇങ്ങനെ പോകുമ്പോൾ അപ്പോഴൊക്കെ നോക്കുക, ദുനിയാവിനെ പറ്റി മനസ്സിലാക്കണമല്ലോ, എന്തൊക്കെയാണ് ദുനിയാവിൽ നടക്കണമെന്ന് അറിയണമല്ലോ. അധിക സ്ഥലത്തും യോഗകളിൽ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ, സ്ത്രീകളില്ല. ഒരു സ്ഥലത്ത് സ്ത്രീകളെയും കണ്ടു. അപ്പൊ അതിനെ സംബന്ധിച്ച് കൂടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു, അത് ഉസ്താദെ ഇപ്പത്തെ അതൊക്കെ എന്ന് പറഞ്ഞാൽ 100 ദിവസം യോഗയിൽ പങ്കെടുത്താൽ അവർക്കൊരു ടൂറുണ്ട്, ആണും പെണ്ണും കൂടിയുള്ള ടൂറുണ്ട്. അപ്പോഴാണ് ഞാനത് അറിയണത്. അങ്ങനൊക്കെ അതൊക്കെ പിടുത്തം വിട്ടിട്ടുള്ള പോക്കാണ്. ഏതായിരുന്നാലും അക്കൂട്ടത്തില് എൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, ഇതിനെ ഇംഗ്ലീഷ് ഡോക്ടർമാർ എതിർക്കുന്നുണ്ട്. കാരണം ഈ യോഗ കൊണ്ടിട്ട് ഈ എല്ലിനൊക്കെ തകരാറുകൾ പറ്റുന്നുണ്ട്, അവർ അത് നിയമപരമായ രൂപത്തിലല്ല എന്ന് അവർ പറയുന്നുണ്ട്. അതിൽ പങ്കെടുത്ത് ഇവിടെ എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നത്, ചുങ്കത്ത് അതിനൊരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ പങ്കെടുത്ത ഒരാൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴാണത് പോകുന്നത്? അത് ഇന്ന സമയത്തൊക്കെ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാ സമയത്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പള്ളിക്ക് വന്ന് നിസ്കരിച്ച് ഒരു പേജ് ഖുർആൻ ഓതിയിട്ട് പോയിക്കൂടെ ചോദിച്ചു. അപ്പൊ ചോദിച്ചതല്ലാതെ അതൊരു മെയിൻ ചെയ്തില്ല, വന്നാളത് മെയിൻ ചെയ്തില്ല. ഏതായാലും നിങ്ങൾ രാവിലെ എണീച്ച് പോവാണ്, യോഗക്ക് പോവാണ്. അതിൽ ഇസ്ലാം നിഷേധിച്ച വിരോധിച്ച കാര്യങ്ങളൊന്നും അതിലില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ആ പോകുന്നത് പള്ളിയിൽ വന്ന് സുബഹി നിസ്കരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ സുബഹി നിസ്കാരം കിട്ടി, എത്ര പ്രതിഫലം കിട്ടി എന്ന് ഞാൻ പറഞ്ഞു നോക്കി. കിട്ടുമ്പോഴല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ഈ ഇംഗ്ലീഷ് ഡോക്ടർമാർ അതിനെ എതിർക്കുന്നത്, അപ്പൊ മറ്റൊരാൾ പറഞ്ഞു അത് ഓൽക്ക് പിന്നെ ഈ രോഗികൾ കുറയുന്നത് കൊണ്ടിട്ടാണ്. കാരണം യോഗ കൊണ്ട് ഒരുപാട് രോഗങ്ങൾക്ക് ശമനമുണ്ടെന്നും ധാരാളം ആശ്വാസമുണ്ടെന്നും പലരും പറയുന്നുണ്ട്. അങ്ങനെ രോഗികൾ കുറഞ്ഞു പോയാൽ പിന്നെ ഈ ഡോക്ടർമാർക്ക് കിട്ടൂലല്ലോ, പേഷ്യൻസിനെ കിട്ടൂല. ഡോക്ടർമാർക്ക് പേഷ്യൻസ് കിട്ടിയില്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് ഷാപ്പത്ത് മരുന്ന് പോകൂല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനൊക്കെയാണ് ചിന്തകൾ, ഇങ്ങനൊക്കെയാണ് ചിന്തിക്കപ്പെടുന്നത്. അവിടെയാണ് മഹാനായ ഗസാലി ഇമാം പറഞ്ഞത്, മനുഷ്യന്മാരുടെ ജീവിതത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരാൾ മറ്റാൾ ശത്രുവാകും. അങ്ങനെ ശത്രുവായിട്ട് ഇവനെ തകർക്കാൻ അവൻ ശ്രമിക്കുന്നു. അപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് ശത്രുത വെച്ചാൽ അത് മൈൻഡ് ചെയ്യാതിരിക്കുക. അതാണ് ഗസാലി ഇമാം പറഞ്ഞത്. അല്ലെങ്കിൽ ഒരുപാട് സമയങ്ങൾ സുബ്ഹാനല്ലാഹ് കോടതിയും കേസുമായൊക്കെ പോകുമ്പോൾ എത്ര സമയാ പോകുന്നു. എത്ര സമയങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നല്ല നല്ല സമയങ്ങൾ, അതൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുകയാണ്. അതൊക്കെ അവിടെയൊക്കെ തന്നെ ഹറാമുകളാണ്. അങ്ങോട്ട് നോക്കാനും വയ്യ, ഇങ്ങോട്ട് നോക്കാനും വയ്യ, ഈ ഹറാമുകളാണ്. ഇങ്ങനെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ സൂക്ഷിക്കണം. ഗസാലി ഇമാം പറയാണ്, നിനക്കത് സാധിക്കൂല. നീ ഒരാളെ ശത്രുത വെച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കൂല. നിന്റെ ദീനും പോകും, നിന്റെ സമ്പത്തും പോകും, നിന്റെ ആരോഗ്യവും നഷ്ടപ്പെടും. എത്ര നീണ്ട ഈ സിവിൽ കേസുകളൊക്കെ എത്ര കാലാ പോവാന്നറിയാം. ഒരു പറമ്പിന്റെ മേൽ കേസ് വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ രൂപത്തിലുള്ള കേസ് വന്നാൽ എത്ര കാലാണ് അത് പോവുക? 10-25 കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിനെന്തെങ്കിലും ഒരു തീരുമാനം വരിക. ആ തീരുമാനം വരുമ്പോത്തിന് ഇവൻ മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൻ മൂലക്കലായിട്ടുണ്ടാവും. പൈസ ചെലവാക്കിയിട്ട് ഓൻ മൂലക്കലായിട്ടുണ്ടാവും. ആ ദേഷ്യത്തിന്റെ പേരിൽ അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ദേഷ്യത്തിന്റെ പേരിൽ അങ്ങ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെയാണ് ഗസാലി ഇമാം പറഞ്ഞത്, അതൊക്കെ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് നിനക്ക് വേണം. ഇങ്ങോട്ട് ശത്രുത വെച്ച് അങ്ങോട്ട് ശത്രുത വെച്ചാൽ അതുമായി മുന്നോട്ട് പോകാനുള്ള പ്രയാസം നിനക്കുണ്ടാകുമെന്ന് ഗസാലി ഇമാം പറഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നു. എന്താ പറയുന്നത് അറിയോ? ولا تسكن إليهم في حال إكرامهم إياك وثنائهم عليك في وجهك
وإظهارهم المودة لك فإنك إن طلبت حقيقة ذلك لم تجد في المئة واحدة. അറബി അറിയുന്ന കുറെ പ്രവാസികളൊക്കെ ഉണ്ടല്ലോ, ഫിൽമി അത്തിവാഹിദ. ഇനി അവര് നിന്റെ പരിചയക്കാർ, നിന്റെ കൂട്ടുകാർ, അവരൊക്കെ നിന്നെ ബഹുമാനിച്ചു, എന്തെങ്കിലും വിഷയത്തിൽ ബഹുമാനിച്ചു. ഇത് ഭയങ്കര പെടല് പടരുന്ന ഒരു രൂപമാണ്. എന്തെങ്കിലും ബഹുമാനിച്ചു, ആദരിച്ചു. വസനാഇഹിംലക്ക, നിന്നെ നല്ല പോലെ പുകഴ്ത്തി, നല്ല ഉഷാറായിട്ടുണ്ട്, അത് നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്, ആ പരിപാടി നല്ല ഉഷാറായിട്ടുണ്ട്, ഈ പരിപാടി നല്ല ഉഷാറായിട്ടുണ്ട്, നിന്റെ ആ പ്രസംഗം വളരെ നന്നായിട്ടുണ്ട്. ഇങ്ങനൊക്കെ നിന്നെ പുകഴ്ത്തി, നിന്നെ ബഹുമാനിച്ചു, നിന്റെ മുഖത്ത് നോക്കി സ്നേഹം പ്രകടിപ്പിച്ചാൽ അതിലൊന്നും നീ കുടുങ്ങിപ്പോകരുത്. അതിലൊന്നും വഴങ്ങിപ്പോകരുത്, അതിലൊന്നും പെട്ടുപോകരുത്. കാരണം യഥാർത്ഥത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവരും യഥാർത്ഥത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നവരും 100-ൽ 1 പോലും ഉണ്ടാവില്ല. അതൊക്കെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. ആ വാക്കുകളൊക്കെ അതൊക്കെ വെറുതെ നമ്മളെ മുന്നിൽ പ്രകടിപ്പിക്കുകയാണ്. ശരിയായ രൂപത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുകയും മനസ്സറിഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്ന ആൾക്കാര് 100-ൽ 1 പോലും ഉണ്ടാവൂല. ലം തജിദ് ഫിൽ മിഅത്തി വാഹിദ, 100-ൽ 1 പോലും ഉണ്ടാവൂല. അപ്പൊ അതിലൊന്നും കുടുങ്ങി പോകണ്ട. അത് ചെട്ടുകൂടെ കേൾക്കുക, ഒരു ചെട്ടുകൂടെ കിട്ടുക. നിങ്ങൾ വന്നപ്പോ അങ്ങനായി, നിങ്ങളിത് ചെയ്തപ്പോ ഇങ്ങനെയായി, മറ്റത് ചെയ്തപ്പോ അങ്ങനെയായി, അത് വളരെ ഉഷാറായി, ഇത് വളരെ ഉഷാറായിക്കോട്ടെ, അൽഹംദുലില്ലാഹ് ആയിക്കോട്ടെ. അതൊന്നും മനസ്സ് കൊടുക്കണ്ട. സലീമാവ് പോലെ വല്ലാത്തൊരു ഉപദേശമാണ്. അതൊന്നും മനസ്സിൽ കൊടുക്കണ്ട, അതൊന്നും മനസ്സിൽ കൊടുക്കണ്ട. കാരണം ഈ രൂപത്തിലുള്ള ആളുകൾ വളരെ യഥാർത്ഥ രൂപത്തിൽ ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന ആൾക്കാർ വളരെ കുറവാന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പ എപ്പോഴും പറയാറുണ്ട്, വാപ്പ എപ്പോഴും പറയാറുണ്ട്, ഗസാലി ഇമാമു വല്ലാത്തൊരാളാണ്. മനുഷ്യന്റെ അവസ്ഥകൾ നല്ലപോലെ അവതരിപ്പിച്ച ആളാണ്, അത് മനസ്സിലാക്കി ജീവിച്ചാലും ടെൻഷനും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കി ടെൻഷനൊക്കെ വരുന്നത് ഞാൻ അങ്ങനൊക്കെ ചെയ്തു കൊടുത്തിട്ടോ അങ്ങനെ ചെയ്തല്ലോ, ഞാൻ അങ്ങനൊക്കെ ചെയ്തു കൊടുത്തിട്ടോ അങ്ങനെ ചെയ്തല്ലോ. ഇവിടെയാണ് ഭയങ്കര ടെൻഷൻ വരിക. അപ്പൊ ആ ചെയ്തു കൊടുത്തത് ഉസ്താദിമാവ് പറയുന്നതൊക്കെ മറക്കണം. നീ എന്തൊക്കെ നന്മ ഒരാൾക്ക് ചെയ്തോ അത് മുഴുവനും നീ മറക്കണം. അതൊന്നും നിനക്ക് ഓർമ്മ ഉണ്ടാവാൻ പാടില്ല, അതൊക്കെ നീ മറന്നു പോകണം എന്നാണ് ഉസ്താദിമാവ് പറഞ്ഞത്. ആ നന്മ മനസ്സിൽ വെക്കുമ്പോഴാണ് ഓൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ മറ്റു ചെയ്തല്ലോ എന്നുള്ള തോന്നൽ വരുന്നത്. എന്നിട്ട് ഉസ്താദിമാവ് പറയുന്നു, നീ ഒരിക്കലും ഒരു കാര്യം ആഗ്രഹിക്കരുത്. എന്താണ് ആ കാര്യം? നിന്റെ കൂടെ പരിചയമുള്ള ആൾക്കാര് അവരുടെ ആത്മാർത്ഥമായും പ്രകടമായി കൊണ്ട് എല്ലാ രൂപത്തിലും അവർ തന്നെ സ്നേഹിക്കുക. സിറും അലനും, രഹസ്യമായും പരസ്യമായും അതിന്റെ അർത്ഥം. രഹസ്യമായും പരസ്യമായിട്ടും അവർ ഒരേ രൂപത്തിലാകണം എന്ന് നീ ആഗ്രഹിക്കരുത്. അതുണ്ടാവില്ല. എന്ന് വെച്ചാൽ അവൻ പ്രകടിപ്പിക്കുന്നത് പോലെ തന്നെയാണ് അവന്റെ മനസ്സ് എന്ന് നീ ആഗ്രഹിക്കുക, അത് ഉണ്ടാവില്ല. നല്ല രൂപത്തിൽ സംസാരിക്കുന്നു, നല്ല സ്നേഹം പ്രകടിപ്പിക്കുന്നു, നല്ല വാക്കുകൾ പറയുന്നു, ഇതേപോലെ തന്നെ അവന്റെ മനസ്സും ആകണമെന്ന് നീ ആഗ്രഹിക്കരുത്, അതുണ്ടാവില്ല, അതൊരിക്കലും ഉണ്ടാവില്ല. ആ പ്രകടനം പോലെ തന്നെ, ആ വാക്കുകളെ പോലെ തന്നെയാണ് അവന്റെ മനസ്സും എന്ന് നീ ആഗ്രഹിക്കരുത്, അങ്ങനെ ഉണ്ടാവില്ല എന്ന് മഹാനായ ഗസാലി ഇമാം പറയുന്നു. എന്നിട്ട് വീണ്ടും പറയാണ്, വലാത്ത തഅജ്ജബ്, ഗസാലി പറയാണ്, മോനെ എനിക്ക് അത്ഭുതം ഉണ്ടാവരുത് കേട്ടോ. എപ്പോ ഇൻ സലബൂക ഫീ ഗൈബതിക, നിന്റെ അഭാവത്തിൽ നിന്നെ മോശാക്കി പറയുന്നു. നിന്റെ കൂടെ കൂടുമ്പോ എന്തോ ഒരു സ്നേഹം, എന്തോ ഒരു, പക്ഷെ അഭാവത്തിലോ നിന്നെ മോശാക്കി പറയുന്നു. പടച്ചോനെ, ഇത് എന്തൊരു അത്ഭുതമാണ്. ഇന്ന് അത്ഭുതം ഉണ്ടാവരുത്, അങ്ങനെ ഉണ്ടാവുള്ളൂ, അധികവും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ അത്ഭുതപ്പെടരുത്. പടച്ചോനെ, ഞങ്ങൾ എന്തുപോലെ ജീവിച്ചതാ. എന്നിട്ട് അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയില്ല എന്ന് അത്ഭുതപ്പെടരുത്. നിന്റെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ, നിന്റെ അവസ്ഥ അങ്ങനെ. നിന്റെ സുഹൃത്തുക്കള് പറയാൻ ഫി അസ്തിഖായിക വഅഖാരിബിക ബൽ ഫി ഉസ്താദിക വവാലിദൈക, പറയുന്നു, ഇത് ഇമ്മാന്റെ മുന്നിലും വാപ്പാന്റെ മുന്നിലൊക്കെ നല്ല രൂപത്തിൽ നിൽക്കും. എന്നിട്ട് അമ്മാന്റെ അടുത്തും വാപ്പാന്റെ അടുത്തും വല്ലതും പറ്റിയാൽ നീ മറ്റവരോട് പറയും, എന്റെ അമ്മ അങ്ങനെയാണ്, എന്റെ അമ്മ വാപ്പ അങ്ങനെയാണ് എന്നിട്ട് പറയില്ലേ. ഇതല്ല എന്റെ അവസ്ഥ, നീ അങ്ങനല്ലേ ചെയ്യുന്നത്, അപ്പൊ അതേപോലെ തന്നെയാണ് മറ്റുള്ള ആൾക്കാരും ചെയ്യാം എന്ന് നീ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ പടച്ചോനെ, ഞങ്ങൾ എങ്ങനെ ജീവിച്ചതാ, എന്നിട്ട് പോലും ഇങ്ങനല്ലേ ചെയ്തത്,
എന്നിട്ട് ഓൻ അങ്ങനെ പറഞ്ഞില്ലേ, ഓൻ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് നീ അത്ഭുതപ്പെടേണ്ട നീയും അങ്ങനെ തന്നെയാണ്. എത്രത്തോളം എൻ്റെ ഉസ്താദിനെ പറ്റിയിട്ട് ഒരാൾ എന്നോട് ഒരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ പറ്റി ഓൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്കിത് പഠിച്ചുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു ഇന്നെ പറ്റിയിട്ട് അള്ളാഹിനെ പറ്റി പറഞ്ഞില്ല, അതിലും വലിയ ആളപ്പൊ ഞാൻ ഇനിയിപ്പൊ അങ്ങനത്തെ ഒന്നും പറഞ്ഞു എൻ്റെ ഇത് വേണ്ടാന്ന്. നമ്മളൊക്കെ അള്ളാഹിനെ പറ്റി പറഞ്ഞില്ലേ, അല്ല ഇല്ലാന്ന് പറഞ്ഞില്ലേ, അല്ല ഇല്ലാന്ന് പറഞ്ഞില്ലേ, അതിനപ്പുറത്ത് എന്താ? അപ്പൊ ഒരു ഉസ്താദിനെ പറ്റി എല്ലാവരും നല്ലത് പറയണമെന്ന് ഒരു ഉസ്താദ് വിചാരിച്ചാൽ ആ ഉസ്താദ് ലോകത്തെ ഏറ്റവും വലിയ പൊട്ടന. അങ്ങനെ അള്ളാഹിന്റെ ദുനിയാവിൽ ഉണ്ടാവൂല. അങ്ങനെ ഒരാളെ പറ്റി എല്ലാവരും കൂടി നല്ലത് പറയലുണ്ടാവൂല. ആരെ പറ്റിയാ എല്ലാവരും കൂടി നല്ലത് പറഞ്ഞത്? ഏതാളെ പറ്റിയാ പറഞ്ഞത്? അങ്ങനെ ഉണ്ടാവാൻ പറ്റൂല. അപ്പൊ ഒരാൾ ഒരു വിഷയത്തിൽ കോംപ്രമൈസിന്റെ വിഷയത്തിൽ പിന്നെ ഒരാൾക്ക് അനുകൂലമായിട്ട് ഞാൻ പറയുമ്പോ എന്റെ മനസ്സ് അയാൾക്ക് എതിരാക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് അയാൾ. അതിന്റെ മനസ്സ് അയാൾക്ക് എതിരാക്കാൻ വേണ്ടി ചെയ്ത ഉസ്താദിനെ പറ്റി പോലും അയാൾ അങ്ങനെ പറഞ്ഞിരിക്കണം. ഞാൻ ഇപ്പൊ പറയണില്ല, പിന്നെ അവൻ പറഞ്ഞില്ല. ഞാനത് ചിരിച്ച് ഇതാ പറ്റി പറഞ്ഞു, ഇതാ പറ്റി പറഞ്ഞത്. അതൊക്കെ മനുഷ്യന്മാര് സാറിന് പറഞ്ഞതല്ലേ. പിന്നെ ഞാനൊരു പ്രവാചകനറ്റെ, ഞാൻ നബിയറ്റ് എൻ്റെ അടുത്ത് തെറ്റുണ്ടാവൂലേ? നമ്മളെന്താ വാക്കിലുണ്ടാവുമ്പോൾ അതൊക്കെ ഉണ്ടാവില്ല. നമുക്കിപ്പോ എന്താ അത്? അങ്ങനെ ഒരു ഉസ്താദ് ചിന്തിച്ചാൽ നിൽക്കാനും കഴിയൂല. എല്ലാവരും എന്നെ പറ്റി നല്ലത് പറയണം ഒരു മനുഷ്യർക്കും വിചാരിക്കാൻ കഴിയില്ല. വാപ്പാക്കും ഉമ്മാക്കും ആർക്കും പറ്റൂല. അത് ഉണ്ടാവൂല. അത് ഗൊസാലി മാമ പറഞ്ഞത് എൻ്റെ അപ്പാനെ പറ്റി എൻ്റെ അമ്മാനെ പറ്റി നീ പറഞ്ഞില്ലേ, എൻ്റെ കൂട്ടുകാരെ പറ്റി നീ പറയുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ നിനക്ക് അത്ഭുതം ഉണ്ടാവരുത്. എന്നോട് ഇങ്ങനൊക്കെ ഓൻ പറഞ്ഞു, അപ്പുറത്ത് പോയിട്ട് ഓൻ അങ്ങനെ പറഞ്ഞില്ലേ എന്നൊരു തോന്നല് നിനക്ക് ഉണ്ടാവാൻ പാടില്ല. മഹാനായ ഗൊസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ വീണ്ടും വീണ്ടും വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുന്നത്തായ നോമ്പുകൾ, ഈ സുന്നത്തായ നോമ്പുകൾക്ക് നമുക്ക് നിയ്യത്ത് ചെയ്യണം. സുന്നത്തായ നോമ്പുകളുടെ നിയ്യത്ത്, ആ നിയ്യത്ത് പകൽ സമയത്ത് ഉച്ചക്ക് മുമ്പ് ചെയ്യാവുന്നതാണ്. ഏത് സുന്നത്തായ നോമ്പാണെങ്കിലും റമദാനിലെ നോമ്പ്, അതേപോലെ തന്നെ നേർച്ചയാക്കപ്പെട്ട നോമ്പ്, അതേപോലെ തന്നെ മറ്റ് കഫാറത്തിന്റെ നോമ്പ്, ഇങ്ങനൊക്കെ ആ നോമ്പുകളൊക്കെ രാത്രി തന്നെ നിയ്യത്ത് ചെയ്യണം. ഇപ്പൊ അറഫാന്റെ നോമ്പ്, 6 നോമ്പിന്റെ നോമ്പ്. 6 നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ലത് ആ 6 നോമ്പ് പെരുന്നാളിന്റെ പിറ്റേസം തന്നെ 6 ദിവസം തുടർച്ചയായിട്ട് നോൽക്കലാണ് നല്ലത്. പെരുന്നാളിന്റെ പിറ്റേസം 6 ദിവസം തുടർച്ചയായിട്ട് നോൽക്കലാണ് നല്ലത്. ഇനി അങ്ങനെ 6 ദിവസവും തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കാൻ കഴിയാതെ വന്നാൽ, 6 ദിവസവും നോമ്പ് തുടർച്ചയായിട്ട് നോൽക്കാൻ കഴിയാതെ വന്നാൽ ഇടവിട്ടിട്ട് നോക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, എന്നാലും അതിന്റെ പ്രതിഫലം കിട്ടും. ഇപ്പൊ ഷവ്വാല് 10-ന് 2 നോമ്പ് നോറ്റു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഷവ്വാല് 12-ന് നോറ്റു, 15-ന് നോറ്റു, അങ്ങനെ ഒരു 6 നോമ്പ് നോറ്റാലും ഷവ്വാല് തീരുന്നതിന്റെ മുമ്പ് 6 നോമ്പ് നോറ്റാൽ മതി. ഷവ്വാല് തീരുന്നതിന്റെ മുമ്പായിരിക്കണം. ഷവ്വാല് തീരുന്നതിന്റെ മുമ്പ് 6 നോമ്പ് നോറ്റാൽ മതി. ഏറ്റവും അഫ്ളലായ രൂപം, ഏറ്റവും ശ്രേഷ്ഠമായ രൂപം ഈ 6 നോമ്പ് തുടർച്ചയായിട്ട് നോൽക്കൽ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അത് ഇടവിട്ട് നോറ്റു, ഷവ്വാലിൽ തന്നെ ഇടവിട്ട് നോറ്റു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ ആവൂലെന്നേ ഉള്ളൂ. ആ നോമ്പുകളൊക്കെ തന്നെ അതിന്റെ നിയ്യത്തുകൾ പകൽ ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാ സുന്നത്തായ നോമ്പുകളുടെയും നിയ്യത്ത് പകൽ ചെയ്യാം. പക്ഷേ പകല് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്ത രൂപത്തിലാകണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇപ്പൊ രാവിലെ ചായ കുടിച്ചിട്ട് 10 മണിക്ക് നിയ്യത്ത് ചെയ്യാൻ പറ്റൂല. അപ്പൊ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഈ സുന്നത്തായ നോമ്പിന്റെ നിയ്യത്ത് പകൽ ചെയ്യാവുന്നതാണ്. പക്ഷേ സുന്നത്തായ നോമ്പിന് നിയ്യത്ത് രാത്രി ചെയ്യേണ്ട ഒരു സുന്നത്തായ നോമ്പുണ്ട്. ഒരു സുന്നത്തായ നോമ്പിന് നിയ്യത്ത് രാത്രി ചെയ്യൽ നിർബന്ധം. ഒറ്റ നോമ്പിനേ ഉള്ളൂ. അതേതാ? അറഫന്റെ നോമ്പാണ്, അയ്യാമുൽ ബീദിന്റെ നോമ്പാണ്, ആശുറായിന്റെ നോമ്പാണ്, താസുറായിന്റെ നോമ്പാണ്, റജബിൽ ഒന്നുമല്ല. പിന്നെ ഏതാ? ആ നോമ്പ് ഈ വകതിരിവുള്ള കുട്ടികൾ അവർക്ക് നോമ്പ് നോൽക്കണം. നോമ്പ് നോക്കൽ സുന്നത്താണ്. വകതിരിവുള്ള കുട്ടികൾ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. കുട്ടിക്ക് നോമ്പ് നിർബന്ധമില്ലല്ലോ, കുട്ടിയല്ലേ. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആൾ, ശുദ്ധിയുമുള്ള ആൾക്കാണ് നോമ്പ് നോൽക്കേണ്ടത്. കുട്ടികൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. പക്ഷെ കുട്ടികളെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കണം, നമ്മൾ പരിശീലിപ്പിക്കണം. അപ്പൊ ആ കുട്ടിക്ക് ആ നോമ്പ് സുന്നത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഒരു കുട്ടി
നോമ്പ് നോൽക്കുന്നത് ആ കുട്ടിക്ക് സുന്നത്താണ്, നിർബന്ധമില്ല. കാരണം പ്രായപൂർത്തിയെത്തിയെങ്കിലല്ലേ നോമ്പ് നിർബന്ധമാവുള്ളൂ. നമുക്കറിയാലോ പ്രായപൂർത്തി. പിന്നെ കുട്ടികളെ കൊണ്ട് നോമ്പ് ഒൽപ്പിക്കുന്നത് പരിശീലിപ്പിക്കാനാണല്ലോ. അതുകൊണ്ട് കുട്ടികൾ ഒരു നോമ്പ് ഒൽക്കും, 2 ദിവസം നോമ്പ് ഒൽക്കൂല, പിന്നെ നോമ്പ് ഒൽക്കും. അത് പരിശീലിപ്പിക്കാനാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് നോമ്പ് നിർബന്ധമില്ല നമുക്ക് മനസ്സിലായല്ലോ. നോമ്പ് നിർബന്ധം ഉണ്ടെങ്കിൽ 30 ദിവസം നോമ്പ് ഒൽക്കൂലേ. നോമ്പ് നിർബന്ധമില്ല. നിർബന്ധമില്ല പിന്നെ അതെന്താണ്? സുന്നത്താണ്. ആ നോമ്പിന്റെ നെയ്യത്ത് രാത്രി തന്നെ വെക്കണം. കുട്ടികള് റമദാൻ ശരീഫിൽ കുട്ടികൾ നോമ്പ് നോൽക്കുമ്പോ ആ കുട്ടികൾക്ക് ആ നോമ്പ് സുന്നത്താണ്. ആ സുന്നത്തായ നോമ്പിന്റെ നെയ്യത്ത് രാത്രി തന്നെ വെക്കണം. ഈ ഒരു സുന്നത്തായ നോമ്പല്ലാത്ത എല്ലാ സുന്നത്ത് നോമ്പുകളുടെയും നെയ്യത്ത് പകൽ വെക്കാവുന്നതാണ്, ഉച്ചയ്ക്ക് മുമ്പായിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു നോമ്പ് മാത്രമേ രാത്രിയിൽ നെയ്യത്ത് ചെയ്യൽ നിർബന്ധമായ സുന്നത്ത് നോമ്പുള്ളൂ. അവിടെ ഫറലായ നോമ്പ് തന്നെ പറയാം. ഫറലായ നോമ്പ് തന്നെയാണ് പറയാം. അതിന്റെ പ്രതിഫലം ഏതിന്റെ പ്രതിഫലമാണ്? സുന്നത്തിന്റെ പ്രതിഫലം. ഏതുപോലെ എന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരാള് ജുമാക്ക് ഇമാമിന്റെ 2ാമത്തെ റക്അത്ത് കഴിഞ്ഞു. ഇമാമിന്റെ 2ാമത്തെ റക്അത്തില് ഇമാമിന്റെ റുക്കൂഅ് കഴിഞ്ഞു. അപ്പോഴാണ് അയാൾ ജുമാക്ക് വന്നത്. അപ്പൊ അയാൾ ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടണമെന്നില്ല. ജുമാക്ക് ഇമാമിന്റെ കൂടെ ഒരു റക്അത്ത് കിട്ടണം. ഇയാള് ഇമാമിന്റെ 2ാമത്തെ റക്അത്തിലെ റുക്കൂഅ് കഴിഞ്ഞിട്ടാ വന്നത്. അപ്പൊ അയാൾക്ക് ഏത് കിട്ടൂല? ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടൂല. പക്ഷെ അയാളെ നിയ്യത്ത് എന്ത് ചെയ്യണം? ജുമാന്റെ നിയ്യത്ത് ചെയ്തിട്ട് നിസ്കരിക്കണം. അങ്ങനെ തന്നെ വേണം. ഈ റക്അത്തിന്റെ എണ്ണം പറയലൊക്കെ നിർബന്ധമുള്ള കാര്യമല്ല, അത് സുന്നത്തേ ഉള്ളൂ. ജുമാന്റെ നിയ്യത്ത്, ജുമാ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ നിയ്യത്ത് ചെയ്യണം. ജുമാ നിസ്കരിക്കുന്നു, 2 റക്അത്തായിട്ട് ജുമാ നിസ്കരിക്കുന്നു എന്ന് തന്നെ നിയ്യത്ത് ചെയ്തിട്ട് അയാൾ പിന്നെ നിസ്കരിക്കണം. ളുഹർ നിസ്കരിക്കണം. നിയ്യത്ത് ജുമാന്റെ ചെയ്യണം. നിസ്കാരം ഏതായി മാറും? ളുഹറായി മാറും. ളുഹറിന്റെ നിയ്യത്ത് ചെയ്താൽ പോലെ. കാരണം ളുഹറല്ലല്ലോ അത്. ഓല് നിസ്കരിക്കണത് ളുഹർ. നേരെ മറിച്ച് അയാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് എങ്കിൽ പിന്നെ ളുഹറല്ലേ ഉള്ളൂ. കാരണം ജുമാക്ക് ജമാഅത്ത് നിർബന്ധം. ജുമാഅത്തേക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. അതേപോലെ ഈ കുട്ടി നിയ്യത്ത് ചെയ്യേണ്ടത് ഫർള് എന്ന് തന്നെ നിയ്യത്ത് ചെയ്യണം. കുട്ടിക്ക് അത് ഏതായിട്ടാണ് പരിഗണിക്കപ്പെടുക? സുന്നത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക. റഹ്മുറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നടന്ന എല്ലാ ക്ലാസ്സുകളും അല്ലാഹു ഉപകാരപ്രദമാക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചായയും പരിഹാരം നൽകുന്നത് പറശ്ശേരി മുജീബാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ വക്കിൽ നിന്നത് കബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൽ നിന്നും മരണപ്പെട്ടു പോയ പിതാവിന്റെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. എല്ലാ ദോഷങ്ങളും അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. റഹ്മുറാഹിമായ ജല്ല ജലാലുവായ അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും മക്കളിലും ബർക്കത്ത് നൽകുമാറാകട്ടെ. എല്ലാവരെയും സാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജല്ല ജലാലുവായ അള്ളാഹു ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും ഓരോ ദിവസവും നമുക്ക് എല്ലാവർക്കും കൂടി വരികയാണ്. എല്ലാറ്റിനും അള്ളാഹു ഒരു സമാധാനവും ഒരു പരിഹാരവും നൽകി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ ആളുകളുടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. പല വിധേനയുള്ള രോഗങ്ങളെ കൊണ്ട് പലരും വിഷമിക്കുകയാണ്. ജല്ല ജലാലുവായ അള്ളാഹു എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകി റാഹത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും ഒക്കെ പിടിച്ചടക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന ആളുകളെ അള്ളാഹു എല്ലാ നിലക്കും പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പള്ളിയിലും മദ്രസയിലും ഒക്കെ ഖിദ്മത്ത് ചെയ്തിരുന്ന CT മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വാപ്പ അബൂബക്കർ ഹാജി അടുത്ത ദിവസം മരണപ്പെട്ടുപോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.